ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം കാണുന്നത് സുൽത്താൻ സ്പ്രിംഗ്, ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന അരുവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ജെറീക്കോ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ ഇത് സൂക്ഷിക്കപ്പെടുന്നു. ഇതിന് 10,000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിന്ന് സുൽത്താൻ സ്പ്രിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ ചരിത്രം നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങളിൽ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത്: എലീഷ ജെറീക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു. അവൻ അവരോട് പറഞ്ഞു, പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ? നഗരവാസികൾ എലീഷായോട് പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്. എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്ക് അടുത്തു ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. എലീഷായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. എലീഷ പ്രവാചകൻ ഈ വെള്ളം ശുദ്ധീകരിച്ച അന്നു മുതൽ ജെറീക്കോ ഫലഭൂയിഷ്ടിയുള്ളതായി തീർന്നു എന്ന് പിന്നീട് നാം കാണുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ശക്തമായ ദൈവിക ഇടപെടൽ നടന്ന ഒരു സ്ഥലം. ഒത്തിരിയേറെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണിവിടെ. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആരും വരുന്നില്ല. ഇവിടെ ആൾക്കാരെത്തി ഈ വെള്ളത്തിൽ ഇറങ്ങുകയും അല്ലെങ്കിൽ കൈകാലുകൾ മുക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ വെള്ളം വിശുദ്ധമായി കരുതപ്പെടുന്നു. ഈ വെള്ളം ഇന്നും ശുദ്ധമായിട്ട് വലിയ ഒരു ദൈവിക സാക്ഷ്യമായിട്ട് അവശേഷിക്കുന്നു.